അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആക്ഷൻ സ്റ്റഫാണ്. പക്ഷേ പ്രശ്നമുണ്ട്, ഞാൻ പകുതി വെച്ച് വീഡിയോ എടുത്തപ്പം അത് നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. നമ്മളിനി പകുതി വെച്ച് കാണിക്കത്തുള്ളൂ ഗൈസ്. വെരി സോറി ഗൈസ്. കാരണം ആ പകുതി കൂടി ഞാൻ എടുത്തെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ഇത് സ്റ്റോറേജിലെത്തുമ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത സമയത്ത് അതും കൂടെ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഇപ്പോൾ ബാക്കി പകുതി വീഡിയോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പകുതി വീഡിയോ വെച്ച് ഇതായി പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ബാക്കി പകുതി വീഡിയോ വെച്ച് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ ഒരു ഫാം ഉണ്ടാക്കാൻ നോക്കിയാണ്, വീറ്റ് ഫാമാണ്. അപ്പം ഞാൻ അത് പകുതി ഉണ്ടാക്കിയില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഈ വീറ്റ് ഫാം കൊണ്ട് അപ്പുറം തണ്ണിമത്തൻ ഫാം ഉണ്ടാക്കണം. അപ്പം നമുക്ക് ആദ്യം ഈ വീറ്റ് ഫാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇങ്ങനെ വയ്ക്കുന്ന കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിടാതിരിക്കാൻ തന്നെ. അപ്പോൾ ഗൈസ് നമ്മളിത് ഫുള്ളും കവർന്ന് വെച്ചാൽ മറ്റേ വേറെ ജീവികളൊന്നും ചാടി ഇത് പൊട്ടിക്കാതിരിക്കാനാണ്. പിന്നെ ഇത് ഒത്തിരി വലുതായിപ്പോയി, നമുക്കതിന് ചെറുതാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമുക്കിനി ഇവിടെ ആയിട്ട് ഇതൊക്കെ ഫെൻസ് വെച്ചാൽ വലുതായിപ്പോയി ഗൈസ്. അവിടെ നമുക്കൊരു 7 മറച്ച് വയ്ക്കുക. 1 4 5 6 7. ഓക്കെ, അപ്പോൾ 7 ഉണ്ട്. അപ്പോൾ നമ്മൾ 7 സീഡുണ്ട്. ആ 7 വാട്ടർ മെലൺ സീഡും നമുക്ക് ഇവിടെ അങ്ങ് നട്ട് വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കളയ്ക്കാൻ വേണ്ടി സ്പേസ് വേണം, സ്പേസ് ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ മകളുടെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ടാക്കണം. അതൊക്കെ തന്നെ ഈ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അതൊരു സ്പേസ് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇത് വയ്ക്കാനുള്ളത് എന്ന് വെച്ചാൽ ഇതൊരു ഡിസൈൻ വേണ്ടി കൊടുക്കുന്നതാണ്. കാരണം ഇത് ഡിസൈനാണല്ലോ മുഖ്യം. പിന്നെ സൈഡിൽ ഞാൻ കുറച്ച് സ്റ്റേഴ്സും വയ്ക്കും. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ വെച്ചോളാം. കാരണം എൻ്റെ സ്റ്റേഴ്സൊന്നുമില്ല, അത് നല്ല സ്റ്റേഴ്സ് തന്നെ വയ്ക്കാമെന്നുള്ള ഇത് ആഗ്രഹമുള്ളതുകൊണ്ട് അത് ഞാൻ ഓഫ് ക്യാമറയിൽ വയ്ക്കും. പിന്നെ ആ ഫെൻസും ഞാൻ ഓഫ് ക്യാമറ തന്നെ ശരിയാക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടുത്തെ ഫെൻസും ഞാൻ ഓഫ് ക്യാമറ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ കൂടെ സ്ലാബ് വയ്ക്കണം. പക്ഷേ അതിന് വേണ്ടി സ്ലാബ് വയ്ക്കണമെങ്കിൽ ഒരു ഇത് വേണമല്ലോ. അപ്പോൾ നമുക്ക് ആ ഇതൊന്നും വലുതാക്കി വേണം കഴിച്ചതാണ് നല്ലത്. ആ സ്ലാബ് വയ്ക്കണമെങ്കിൽ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ആ സ്ലാബിനായിട്ടൊരു പ്ലാറ്റ്ഫോം കൂടെ നമ്മൾ ഉണ്ടാക്കും. നടുക്കായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. കാരണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് വളരാൻ സാധ്യതയില്ല. സൈഡിൽ വെള്ളമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എന്തെന്ന് മറ്റേ നേരെ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അവിടെ വളരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് താനെ വളർന്നു വരുന്നതാണ് തോന്നുന്നത്. നമുക്കിനി ഇവിടെ മറ്റേ സംഭവങ്ങളൊക്കെ വയ്ക്കണം. അതൊക്കെ എന്നെ ചെയ്ത് പോകാം. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 ഇതങ്ങ് വയ്ക്കണം. ഒരു സ്ലാബ് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വയ്ക്കാനാണ്. ഇനി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സ്ലാബ് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, കമോൺ ഗൈസ്. ഞാൻ എൻ്റെ വീട് ഞാൻ ബട്ടനൊക്കെ വെച്ചകത്തൊക്കെ ഫുള്ളായിട്ടുണ്ട്. അകത്ത് കുറേ ചെസ്റ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് കിട്ടിയ ഈ അയൺ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് പകുതി വീട്ടിൽ തന്നെ കാണിക്കാൻ പറ്റും. അതെങ്ങനെ കിട്ടിയായിരുന്നു, ഞാൻ മൈനിങ്ങിനെതിരെ പോയപ്പം എനിക്കൊരു 16 കിട്ടിയായിരുന്നു. ബക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മൈനിങ്ങിന് പോയാണ്. അപ്പം 2 ഡ്രസ്സ് എനിക്ക്, ഒരു പാൻറ്റും പിന്നെ ഉടുപ്പും ചെസ്റ്റ് പ്ലേറ്റും എനിക്ക് പിന്നെ ഒരു ഹെൽമെറ്റും ഉണ്ടാക്കാൻ പറ്റി. ഇനി ബാക്കി എനിക്കൊരു പാൻറ്റും ഷൂസും ബൂട്ട്സും ഒക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നമുക്കിനി ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ സ്ലാബ് വയ്ക്കണം ഗൈസ്. സ്ലാബ് അങ്ങ് വയ്ക്കാം. ഇനി നമുക്കിനി ആ സാധനം പൊട്ടിച്ചളയണം. ബാക്കി ഈ സാധനം പൊട്ടിച്ചളയാം. നമുക്ക് ഇവിടെ ഫുള്ള് ചുറ്റി നമുക്ക് സ്ലാബ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടയിൽ മാത്രമായിട്ട് ഇങ്ങനെ സ്ലാബ് ഇങ്ങനെ നമ്മൾ നിരത്തി വയ്ക്കണം. ഇപ്പോൾ ഇവിടെ എത്ര ആയിട്ടുണ്ട്, ഇനി ആ സൈഡാക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ സ്ലാബ് അടച്ചിട്ടുണ്ട്. ഇനി ഇത് ചുറ്റും നമ്മൾ ഇത് വയ്ക്കണം, അതൊരു ഫെൻസ് വയ്ക്കണം. ഫെൻസ് വയ്ക്കുമ്പോൾ ഇതിനും കൂടെ ബ്യൂട്ടിഫുള്ളാകും. നമുക്ക് ഇവിടുത്തെ കുറച്ച് സാൻഡ് അങ്ങ് ഇത് ഡേറ്റ് അങ്ങ് ക്ലിയർ ചെയ്ത് കളയാം. കാരണം എന്നാൽ ലുക്ക് കിട്ടുള്ളൂ. ഈ ലുക്കിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യണത്. അപ്പം നമ്മൾ ലുക്ക് ആവണ്ടേ. അടുത്ത പ്രാവശ്യം അടുത്തിന് നെതറിൽ പോയിട്ട് ഹാപ്പി കാസ്റ്റിനെയൊക്കെ പിടിച്ച് വെള്ളത്തിൽ മുക്കി നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ആവും. ഹാപ്പി കാസ്റ്റിനെ എന്തെന്ന് പറഞ്ഞിടത്തവർ അത് വെള്ളത്തിൽ മുക്കിയാൽ നമുക്ക് ഒരു ഗാസ്റ്റ് ആവും. ആ ഗാസ്റ്റൊക്കെ പെറ്റാക്കി വയ്ക്കാൻ പറ്റും. ആ ഗാസ്റ്റിന് നമുക്ക് ഇത് സാഡിലൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്, നമുക്ക് ബാക്കി സാഡിലൊക്കെ ഇടാൻ പറ്റും. പിന്നെ വൈബ്രേറ്റിംഗ് വിഷ്വൽസ് ഒന്നും ഉണ്ട്. പക്ഷേ ഇത് എൻ്റെ ഫോണിൽ ഡിവൈസിൽ കണക്റ്റ് ആവില്ല, കാരണം ഇത് ലോ ഡിവൈസാണ്. അതുകൊണ്ട് വൈബ്രേറ്റിംഗ് വിഷ്വൽസ് ഒന്നും കണക്റ്റ് ആവുന്നില്ല. അപ്പം നമുക്ക് ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ഹാപ്പി കാസ്റ്റിനെ പറ്റി ഒരു കുഞ്ഞിനെ വേണ്ടി ഞാൻ അതിട്ട് അത് ഞങ്ങൾ ഷോർട്ട്സ് ആയിട്ട് ഇങ്ങനെ ഇടാം. അപ്പം നിങ്ങളൊക്കെ അത് മനസ്സിലാവും ഹാപ്പി കാസ്റ്റ് എന്താണെന്ന്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് സാധ്യത, കാരണം അറിയാത്തവരും കാണത്തില്ല, അറിയാത്തവർ കാണും. അപ്പോൾ അറിയാത്തവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മളൊരു മാന്ത്രികാവേണ്ടി. നമ്മൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഇനി ഇതിലുള്ള എല്ലാം എടുക്കണം. കാരണം നമുക്ക് ഫെൻസ് ഉണ്ടാക്കണം. ഫുഡ് നമുക്കതൊക്കെ ഒന്ന് വാരിയെടുക്കാൻ കഴിച്ചില്ല. അതിന് മുമ്പ് നമുക്ക് കുറച്ച് അത്യാവശ്യ സംഭവങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ,
ഫെൻസ് ഓക്കെ, ഫെൻസ് 3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഫെൻസും കൂടെ വയ്ക്കണം. പിന്നെ നമ്മളെ ഫുഡ് തയ്യാറായിട്ടുള്ള ഫുഡ് അടിക്കണം, അല്ലെങ്കിൽ അനങ്ങാൻ പോലും പെടുത്ത അവസ്ഥയാണ് ഗൈസ്. ഇത് ഞാൻ ഫുള്ള് നോക്കിയപ്പോൾ ഈ ഫുഡ് കഴിച്ച് അങ്ങ് ചാവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് ഫുഡ് കഴിച്ച് ചത്തു പോകുന്നു, ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചത്തു പോകുന്നു. എന്താ വെച്ചാൽ ഇപ്പം നീ മനസ്സിലായി ഫുഡ് കഴിച്ച് ചാവത്തില്ല. കാരണം ലാസ്റ്റ് 3 ഹാർട്ട് നിന്നിട്ട് ഒരു അരമണിക്കൂർ പോയി നോക്കിയിട്ട് തന്നെ ആ 3 ഹാർട്ടത്തിന് നിൽക്കുകയാണ്. ഇങ്ങനെ പയ്യെ അനങ്ങ നടക്കാൻ പറ്റൂല. അതാണ് അതിൻ്റെ ഇത് നമുക്ക് നേരെ പോയിട്ട് അവിടുത്തെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്കൊന്ന് ചെറുതാക്കി മാറ്റാം ഗൈസ്. പൊട്ടിക്കൂ ഗൈസ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തിനാണ് ചെയ്യാമെന്ന് അറിയാമോ ഗൈസ്? ഒരു വലിയൊരു ടവർ ഉണ്ടാക്കും. ആ ടവറിൻ്റെ മണ്ടയിൽ നിന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം കാണാൻ പറ്റണം. അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു ചെറിയ എപ്പിസോഡാവാനാണ് സാധ്യത. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത എപ്പിസോഡിലുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡ് ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ തന്നെ എല്ലാ നാളും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ കേസ് നമ്മൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഡോർ അടയ്ക്കാം. അത് അവിടെ ബാക്കിൽ വയ്ക്കാറുണ്ട്, പക്ഷെ അതിനായിട്ടുള്ള ഇത് എൻ്റെ ഇല്ല തോന്നുന്നു. ഇതിന് വേറൊരു ഇതില്ല, ഫെൻസില്ല. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫെൻസ് അത്യാവശ്യമാണ്. പക്ഷേ ആ ഫെൻസ് ഉണ്ടാക്കാം, പക്ഷേ ഫെൻസിനായിട്ടുള്ള ഇതില്ല. എൻ്റെ പേര് പ്ലാങ്ക് ഇല്ല. പ്ലാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫെൻസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഫെൻസ് ഉണ്ടാക്കണമെങ്കിൽ പ്ലാങ്ക് വേണമല്ലോ. ഒരു ഫെൻസ് കിട്ടി. ഇതെവിടെ നിന്ന് വീണത്? അപ്പോൾ നമുക്ക് ഈ ഫെൻസിനെ കൊണ്ട് അവിടെ വയ്ക്കാം. വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഫെൻസ് കൊണ്ട് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഇനി എന്തിനാ കണ്ടാം, ഇനി നമുക്കിന്ന് ചെയ്യാനില്ലല്ലേ. അപ്പം ഓക്കെ, എല്ലാം തരണ്ടല്ലോ. അപ്പോൾ കേസ് നമ്മളെ വീഡിയോ അതിൻ്റെ പൈസ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ടവർ ഉണ്ടാക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നു. പിന്നെ മൈനിങ് കുറച്ച് ഓഫ് ക്യാമറ ചെയ്യും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഗൈസ് ബൈ.